പാറൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടയാണ്, ഓട്ടടയാണ്. ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരിപ്പൊടി, അപ്പപ്പൊടിയാണ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരം, പിന്നെ ഉപ്പ്, ചൂടുവെള്ളം, പിന്നെ ഇല. ഇനി നമുക്ക് തുടങ്ങിയാലോ. എന്നാൽ അരിപ്പൊടി എടുക്കുവാണേ. ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ചൂടുവെള്ളം. നോക്കിയിട്ട് കുഴയ്ക്കണം. ഇടിയപ്പത്തിന് കുഴയ്ക്കണേക്കാളും ഇത്തിരി കൂടി ലൂസായിരിക്കണം മാവ്. വെള്ളത്തിന് ചൂട് ഉണ്ടായിരിക്കണം, എന്നാലാണ് അട നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. വെള്ളത്തിന് നല്ല തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ. നോക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കൈ കൊണ്ടൊന്ന് നല്ലോണം കുഴച്ച് സോഫ്റ്റാക്കി വെക്കണം. നല്ലോണം ഇങ്ങനെ കുഴയ്ക്കാം. കുഴച്ചു റെഡിയായി. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ട ഉരുട്ടിയിട്ട് പരത്താം. ഇല എടുക്കട്ടെ. ഈ പരുവായിരിക്കണം. എന്നിട്ട് നമ്മൾ വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് മുക്കിയിട്ട് ഇങ്ങനെ പരത്തി എടുക്കണം. ഇത് ഭയങ്കര നല്ല ഹെൽത്തി സ്നാക്കാണ്. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളതാണ്. ഓയിലൊന്നുമില്ല. ഒരു 4 മണിക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് നമുക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതൊക്കെ സാധാരണ ചക്കടയും മറ്റേ ശർക്കരയും നാളികേരമൊക്കെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ച അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാറുണ്ടോ എന്ന് അറിയില്ല. ഇതൊരു നല്ല ഒരു അടയാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ജീരകമൊക്കെ ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല. ഇവിടെ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല. വേണമെങ്കിൽ ഇതിൽ ഒരു 1/4 സ്പൂൺ ജീരകം ഇടാം. അപ്പോൾ അതും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിടാം കേട്ടോ. ഞാനിടണില്ല. ഇതേ നല്ല സോഫ്റ്റായിരിക്കണം മാവ്. ഇതുപോലെ പരത്തി ഹാർഡാവാൻ പാടില്ല, കട്ടിയും പാടില്ല, നൈസായിരിക്കണം. അപ്പോൾ അട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം മുക്കി നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. അത് ശ്രദ്ധിക്കണം. വെള്ളം കൊണ്ട് തന്നെ മുക്കണം. കുറേ ലൂസാക്കിയിട്ട് നമ്മളിങ്ങനെ പരത്തിനേക്കാളും ഇങ്ങനെയാണ് ചെയ്യണം കേട്ടോ. ഏതടയായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ചക്കടയാണെങ്കിൽ ഇത്തിരി കട്ടിയായാലും സാരില്ല. ഈ ഓട്ടടയ്ക്ക് ഇത്തിരി ഇങ്ങനെ നൈസായിരിക്കണം. ഇനി നമ്മൾ നാളികേരം ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഒരു സൈഡിലേക്ക് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട്. ഞാനൊരു സൈഡിലേക്കാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നാളികേരം ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ബൈൻഡായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് വയ്ക്കണം. ഇനി നമുക്ക് അടുത്തതും ഇങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ ഇങ്ങനെ അടുത്തത് ഉണ്ടാക്കുവാണ്. ഇനി നമുക്ക് ഒരെണ്ണം ഞാൻ പഞ്ചസാര സ്റ്റഫ് ചെയ്തത് കാണിച്ചു തരാം.
ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പഞ്ചസാര നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് അട ഉണ്ടാക്കാം. ഞങ്ങൾക്ക് ഓട്ടട എന്ന് പറയുമ്പോൾ ഇങ്ങനെ പഞ്ചസാര ഇല്ലാത്തതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. കുട്ടികൾക്കൊക്കെ പഞ്ചസാര മധുരമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും ഇത്തിരി ഒരു ഏലക്കായ ഒക്കെ ഇട്ട് നമുക്ക് സ്റ്റഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പഞ്ചസാര സ്റ്റഫ് ചെയ്തത് കാണിച്ചു തരാം. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. നാളികേരം നല്ല പച്ച നാളികേരമായിരിക്കണം. നാളികേരം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചത്. ഏലക്കായുടെ ഫ്ലേവർ മുമ്പിൽ നിൽക്കാൻ പാടില്ല കേട്ടോ, ഒരെണ്ണം ഇട്ടാൽ മതി. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ആക്കിയിട്ട് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര സ്റ്റഫ് ചെയ്തത് കാണിച്ചു തരാം. ഇത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് മോള് പറയാണ്, അമ്മ എനിക്ക് ഓട്ടട വേണം, അതുകൊണ്ട് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു 4 അട. അവൾ 2 കഴിക്കുള്ളൂ, എന്നാലും ഞാൻ 2 കൂടുതൽ ഉണ്ടാക്കുവാണ്. പഞ്ചസാര വെച്ചത് മോൾക്ക് ഇഷ്ടമല്ല, മോന് ഇഷ്ടമാണ്. മോനിപ്പോൾ വന്നിട്ടുണ്ട്, മോന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പോകണം. കട്ടി പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇത് പഞ്ചസാരയും ഏലക്കായ കൂടി പൊടിച്ചതാണ്. ഒരെണ്ണം ഇട്ടാൽ മതി, അധികം ഫ്ലേവർ പാടില്ല. എന്നാലും ഇതിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നാളികേരം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം ഇടാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ കുറച്ചിടുന്നുള്ളൂ. കുറച്ച് പഞ്ചസാര ഏലക്കായ പൊടിച്ചത് ഇടുവാണ്. ഇനി നമ്മൾ ഫോൾഡ് ചെയ്യണം. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മളിത് ചുട്ടെടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്റ്റൗ ഓൺ ചെയ്തു, പാൻ വെച്ചു. പാനായി ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. നമ്മൾ ഇനി ഈ ഇല ഇങ്ങനെ വയ്ക്കുവാണ്, ചുട്ടെടുക്കുകയാണ്. നല്ല കട്ടിയുള്ള പാനായിരിക്കണം. കട്ടിയില്ലാത്തതാണെങ്കിൽ ചുടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അധികം കരിയാനും പാടില്ല, അത് മൊരിഞ്ഞ് കിട്ടും വേണം. അങ്ങനെയായിരിക്കണം കേട്ടോ. അപ്പോൾ താത്തി സിമ്മിൽ വയ്ക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇത് വേവിച്ചെടുക്കണം. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. പതുക്കെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മറിച്ചിടണം, പൊള്ളാതെ നോക്കണം, ശ്രദ്ധിക്കണം. അപ്പം ഈ പരുവായിരിക്കും. ഇതായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തത് ഇട്ട് കൊടുക്കാം.
ചുട്ടെടുക്കാം. ഇതേപോലെ തന്നെ സെയിം ഇങ്ങനെ. ഇത് വേണമെങ്കിൽ നമുക്ക് ആവിയിൽ പുഴുങ്ങാം. ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം കേട്ടോ. ഇതാണ് ഹെൽത്തിയും നല്ലതും. ഇവിടെ ഞങ്ങൾ ഇങ്ങനത്തെ അട ആവിയിൽ പുഴുങ്ങി എടുക്കാറില്ല കേട്ടോ. ചക്കടയും പിന്നെ ശർക്കരയും നാളികേരവും വെച്ചിട്ടുള്ളതൊക്കെ ആവിയിൽ പുഴുങ്ങും. ഇങ്ങനത്തെ ഓട്ടട എന്ന് പറയണത് ഇതാണ് ശരിക്കുള്ള പരുവം കേട്ടോ. അപ്പോൾ ഓട്ടടയും മറ്റടയും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? അതേപോലെ ചെയ്യണം കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ഇടാം കേട്ടോ. അതും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശർക്കര ഇങ്ങനെ മെൽറ്റായി ഇങ്ങനെ വരുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. പഞ്ചസാരയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ അട നമ്മൾ അപ്പപ്പൊടി അങ്ങനത്തെ വറുത്തപ്പൊടി കൊണ്ടാണല്ലോ ഉണ്ടാക്കണത്. പിന്നെ ചൂടുവെള്ളത്തുകൊണ്ട് കുഴച്ച് നല്ലോണം സോഫ്റ്റാക്കി വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ വേവ് അധികം വേണ്ടി വരില്ല. എന്നാലും നമ്മൾ നോക്കണം, തിരിച്ചും മറിച്ചിട്ട് ഇങ്ങനെ സിമ്മിൽ വെച്ച് വേവിക്കണം കേട്ടോ. ഈ ഇലയുടെ ഒരു വേവണ, ഈ ചുട്ടെടുക്കണ ഇലയുടെ അടയ്ക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഇനി ഞാനിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓട്ടട റെഡി ആയിട്ടുണ്ട്. ചായയും ഓട്ടടയും നോക്കിയാലോ. ഇതെങ്ങനെയായിരിക്കണം, ഉള്ളൊക്കെ നല്ലോണം ഇതായി മൊരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ആയിരിക്കണം കേട്ടോ. ഈ പരുവായിരിക്കണം. ഇത് മധുരമില്ലാത്ത ഓട്ടടയാണ്. അപ്പോൾ ഇതെല്ലാവരും കഴിച്ച് നോക്കണം. ഭയങ്കര രുചിയാണ്. എൻ്റെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ.